ഒന്നര വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിരുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ 51 മുറിവുകൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലുള്ള മുറിവ്, കാലിൽ പൊള്ളിച്ചതിന്റെ പാടുകൾ, അതിൽ സിഗരറ്റ് വലിച്ച് പൊള്ളിച്ചതിന്റെ പാടുകളൊക്കെയും കണ്ടെത്തിയിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് കുഞ്ഞിന്റെ മരണത്തിന് ഇടയാക്കിയത്. അത്തരത്തിലുള്ള പരിക്കുകൾ കുഞ്ഞിന് സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ അഖിലയും അതോടൊപ്പം തന്നെ അഖിലയുടെ പങ്കാളിയായ അഷ്കറിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്, കുഞ്ഞിന്റെ അറസ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷമായിരുന്നു അമ്മ അഖില അച്ഛന്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചത്. ഇതിന് പിന്നാലെയാണ് അഷ്കറുമായി വാടക വീട്ടിൽ താമസിക്കാൻ ആരംഭിച്ചത്. ആ സമയം മുതൽ തന്നെ കുഞ്ഞിനെ വിട്ടുകിട്ടാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കൾ. പക്ഷേ അഖില കുഞ്ഞിനെ വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. ഇടയ്ക്ക് വെച്ച് അമ്മ തൊട്ടിലിൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാനും അഖില ശ്രമിച്ചിരുന്നു. ഇത് അറിഞ്ഞ ബന്ധുക്കൾ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു. അഖിലയുടെ ബന്ധുക്കളുമായി അടക്കം സംസാരിച്ചിരുന്നു. അങ്ങനെ കുഞ്ഞിനെ തിരികെ നൽകാം എന്നുള്ള ഒരു ഉറപ്പ് വിശ്വസിച്ച് കഴിയുന്നതിനിടെയായിരുന്നു ഈ മരണം കുഞ്ഞിനെ സംഭവിക്കുന്നത്. കുഞ്ഞിന് 2 കൈകളും നേരത്തെ പൊട്ടിയിരുന്നു. ഇങ്ങനെ അത് പൊട്ടിയത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക് ആദ്യമേ തന്നെ സംശയമുണ്ടായിരുന്നു. ആ സമയത്ത് അഖിലയുടെ ഒന്നര വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിൽ മുറിവുകളുണ്ട്. ശരീരത്തിൽ 51 മുറിവുകൾ. Download ShareChat.